പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സാബത്ത് ദിനം ഒരു വലിയൊരു അനുഗ്രഹത്തിന്റെയും അഭിഷേകത്തിന്റെയും ദിനമായി മാറട്ടെ. ഇന്ന് ധ്യാനിക്കുന്നത് നാഹും 1:7. അവിടെ വചനം വെളിപ്പെടുത്തുകയാണ്, കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. അതായത് കഷ്ടതയിൽ അഭയം പ്രാപിക്കാവുന്നവനാണ്. അതാണ് അഭയദുർഗവുമാണ്. എന്നിട്ട് പറയാണ്, തന്നിൽ ആശ്രയിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. തന്നിൽ ആശ്രയിക്കുന്നവരെ. പ്രിയ സഹോദരങ്ങളെ, ശരിക്ക് ഇന്നേ ദിവസം സാബത്തിൽ നിന്ന് കാലത്ത് നമ്മളൊരു ബലി കർപ്പിച്ചിട്ടുണ്ടായിരിക്കും. എങ്ങനെയാണ് ബലി അർപ്പിച്ചതെന്ന് ഓരോരുത്തർ ആത്മശോധന ചെയ്യണം കേട്ടോ. ഇനി ഇത് കേൾക്കുന്ന സമയം തന്നെ നമുക്കൊരു 1-2 കാര്യങ്ങൾ. ഒന്ന്, നന്മ നിറഞ്ഞ മറിയുമെന്ന ജപം. ഒരു എത്ര നന്മ നിറഞ്ഞ മറിയുമെന്ന ജപം ചെല്ലാൻ പറ്റും, അത്രയും ഏകാഗ്രതയോടെ അർത്ഥം ഉൾക്കൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ആ രീതിയിൽ കുറച്ച് നന്മ നിറഞ്ഞ മറിയുന്ന ജപം ചെല്ലുക. എത്രയും ദേടമാതാകുന്ന ജപം ചെല്ലുക. സാധിക്കുവാണെങ്കിൽ 51 സങ്കീർത്തനം മനസ്സിരുത്തി ഒരു തവണ വായിക്കുക. ഇതിൻ്റെയൊക്കെ അതായത് തന്നിൽ ആശ്രയിക്കുന്നവരെ, അതായത് കർത്താവിൽ ഇതിലൂടെയൊക്കെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ഈശോയെ അങ്ങയിൽ ആശ്രയിക്കാൻ. എനിക്കൊരു പ്രശ്നം വരുമ്പോൾ, എനിക്കൊരു തകർച്ച വരുമ്പോൾ, എനിക്കൊരു പ്രതികൂലം വരുമ്പോൾ, നഷ്ടധൈര്യനായി പോകുമ്പോൾ, എൻ്റെ ബലം ഇല്ലാതായി പോകുമ്പോൾ ഒക്കെ കർത്താവിൽ ആശ്രയിക്കാൻ തക്കതായ ഒരു ബന്ധം ദൈവമേ എനിക്ക് യേശുവുമായിട്ട് നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അടുത്ത കാലത്ത് ഒരുപാട് പേര് ശരിക്കും വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയി അനേകരെ പരിചയപ്പെടാനായിട്ട് അച്ഛൻ ഇടയായി. അപ്പോൾ അവരൊക്കെ പറഞ്ഞ കാര്യം വെച്ചാൽ, ഞങ്ങൾക്ക് അതിനെ യേശുവുമായിട്ടുള്ള ഒരു ബന്ധത്തിനായിട്ട് ആഗ്രഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പൈശാചികപ്പീഠയായിട്ട് എനിക്ക് അങ്ങനെ യേശുവുമായിട്ടൊരു ബന്ധം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമുക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് അതിനെക്കുറിച്ച് ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ എൻ്റെ അടുക്കൽ വരട്ടെ, അങ്ങനെയല്ലേ ഈശോ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആഗ്രഹിക്കാം. ഈ ഒരു വചന അഭിഷേകമായപ്പോൾ നമ്മുടെ ജീവിതങ്ങളിൽ മാറും. കർത്താവ് നല്ലവനും കഷ്ടതയുടെ നാളിൽ അഭയദുർഗവുമാണ്. തന്നിൽ ആശ്രയിക്കുന്നവരെ. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കാൻ വേണ്ട ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.